ഹായ്, വെൽക്കം ടു മൈ ചാനൽ മാത്തമാറ്റിക്സ് മെയ്ഡ് ഈസി ബൈ മേരി എം ജെ. ഇന്ന് +2 ഫോക്കസ് ഏരിയ ബേസ്ഡ് ഓൺ ചാപ്റ്റർ 13 പ്രോബബിലിറ്റി. ഇപ്പോൾ പ്രോബബിലിറ്റീനെ പറ്റിയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലോട്ട് പഠിക്കുന്നതാണ്. 9th 10th 11th ഒക്കെ പഠിച്ചതാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം കണ്ടീഷണൽ പ്രോബബിലിറ്റി. എന്താ കണ്ടീഷണൽ പ്രോബബിലിറ്റി? ഇപ്പോൾ രണ്ട് ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ ടു ഇവൻറ്റ്സ്. ദെൻ ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എൻ്റെ ഒക്കറൻസ് ഗിവൺ ദാറ്റ് ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ്. ഇത് ഓൾറെഡി ഒക്കർ ചെയ്ത് കഴിഞ്ഞതാണ്. നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ ആണ് കാണേണ്ടത്. അപ്പോൾ അക്കോർഡിംഗ് ടു കണ്ടീഷണൽ പ്രോബബിലിറ്റി വെച്ച് പറയുമ്പം P of A intersection B divided by P of B ആണ് probability of A given that B has already occurred. B occur ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ എയും ബിയും രണ്ട് ഇവൻറ്റ്സ് ആണെങ്കിൽ what is the probability of A given that B has already occurred? അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല P of A intersection B divided by P of B. ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി P of B given A ആണെങ്കിലോ അപ്പോഴും P of B intersection A എന്ന് പറയുന്നതും A intersection B എന്ന് പറയുന്നതും സെയിം ആയതുകൊണ്ട് P of A intersection B ഡിവൈഡഡ് ബൈ P of A. അപ്പോൾ ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അതായത് ഈ തന്നിരിക്കുന്നത് ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞാൽ ആ ഭാഗം ഓൾറെഡി ഒക്കർ ചെയ്ത് കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബി. അപ്പോൾ അക്കോർഡിംഗ്ലി ആ താഴെ വരുന്നതാണ് ഡിനോമിനേറ്ററിൽ വരിക. അപ്പോൾ അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഓൺ പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ ഓൾറെഡി P of A intersection A given B ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, കണ്ടീഷണൽ പ്രോബബിലിറ്റി വെച്ച് P of A intersection B ഡിവൈഡഡ് ബൈ P of B. അപ്പോൾ ഇതിൽ P of A intersection B എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് P of A intersection B? P of A given B into P of B. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഇപ്പോൾ നമുക്ക് P of B given A നേരത്തെ അതും ചെയ്തതായിരുന്നു. ദാറ്റ് ഈസ് P of A intersection B ഡിവൈഡഡ് ബൈ P of A ആണ്. അപ്പോൾ ഇവിടെ നിന്ന് P of A intersection B എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റിസൾട്ടും കൂടെ കിട്ടും. P of B given A into P of A. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ എടുക്കുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ചെയ്ത അതേ ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ P of A intersection B എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഇനി രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ ഇഫ് A ആൻഡ് B ആർ ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് P of A intersection B is equal to P of A into P of B. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. P of A intersection B is equal to P of A into P of B ആണ്. അപ്പോൾ P of A given B എന്തായിരിക്കും? P of A given B എന്ന് പറഞ്ഞാൽ P of A intersection B by P of B ആണ്. P of A intersection B എന്ന് പറഞ്ഞാൽ P of A into P of B divided by P of B. So this is equal to P of A. Independent ആണെങ്കിൽ P of A given B is equal to P of A യും P of B given A is equal to P of B if they are independent events. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ P of A intersection B is equal to P of A into P of B. P of A given B is equal to P of A. P of B given A is equal to P of B. പിന്നെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ബെയേഴ്സ് തിയറം. അപ്പോൾ സപ്പോസ് E1 E2 എക്സെട്ര En ആണ് ഡിഫറെൻറ്റ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്ടീഷൻസ്. എക്സെട്ര En B
ആ സെറ്റിനെ നമുക്ക് ബി എ പാർട്ടീഷൻ. പല ഇവൻറ്റ്സാണിത്. പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് എസ്. അപ്പോൾ അക്കോർഡിംഗ് ടു ബെയേഴ്സ് തിയറം വെച്ച് നമുക്ക് ഇപ്പോൾ അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് ലെറ്റ് എ ബി എനി ഇവൻറ്റ് അസോസിയേറ്റഡ് വിത്ത് എസ്. ലെറ്റ് എ ബി എനി ഇവൻറ്റ് associated with S. P1, E2, etc. സാമ്പിൾ സ്പേസിലുള്ള പാർട്ടീഷൻസ് ആണ്. എ എന്ന് പറയുന്നത് ഏതെങ്കിലും വേറൊരു ഇവൻറ്റ്, പക്ഷേ സെയിം സാമ്പിൾ സ്പേസിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ഇവൻ്റാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് P of EI given A? So what is the probability of EI? E1 ആവാം, E2 ആവാം, etc. En given that A has already occurred. അങ്ങനെയാണെങ്കിൽ ഇത് കാണണമെങ്കിൽ അക്കോർഡിംഗ് ടു ബെയേഴ്സ് തിയറം, ഇപ്പോൾ ബെയേഴ്സ് തിയറം പറയുന്നത് P of EI into P of A given EI ഡിവൈഡഡ് ബൈ ബാക്കി എല്ലാ ഇവൻറ്റ്സും കൂടെ ഉള്ളതിൻ്റെ പ്രോബബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ P of E1 into P of A given E1 plus P of E2 into P of A given E2 plus etc. plus P of En into P of A given En. ഇതാണ് ബെയേഴ്സ് തിയറം വെച്ചിട്ട്. അപ്പോൾ n പാർട്ടീഷൻസ് ഉണ്ടെങ്കിലാണ് ഇങ്ങനെ. ഇപ്പോൾ നമുക്ക് 2 പാർട്ടീഷനേ ഉള്ളൂ എങ്കിൽ വാട്ട് ഇസ് ഇഫ് E1 ആൻഡ് E2 ആർ 2 ഇവൻറ്റ്സ്, in S and A be any event associated with S, then P of E1 given A അല്ലെങ്കിൽ P of E2 given A ഏതാണോ കാണുന്നത്. ഇപ്പോൾ ഞാൻ P of E1 given A എന്ന് പറഞ്ഞാൽ P of E1 into P of A given E1 divided by P of E1 into P of A given E1 plus P of E2 into P of A given E2. ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ, 2 ഇവൻറ്റ്സേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ n ഇവൻറ്റ്സ് ആയതുകൊണ്ടാണ് നമ്മൾ താഴെ എല്ലാം കൂടെ എഴുതുന്നത്. അപ്പോൾ P of E1 given A ആണെങ്കിൽ ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ P of E2 given A ആണെങ്കിലോ P of E2 into P of A given E2 divided by താഴെ അതന്നെ വരുവേ P of E1 into P of A given E1 plus P of E2 into P of A given E2. ഇതാണ് ബെയേഴ്സ് തിയറം. ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുന്നതിൻ്റെ മുന്നേ റാൻഡം വേരിയബിൾ പറയണം. അപ്പോൾ റാൻഡം വേരിയബിൾ എന്താണ്? A variable x defined in a sample space of the random experiment. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റിൽ, അതായത് ഈ റാൻഡം വേരിയബിൾ ക്യാൻ ടേക്ക് എനി റിയൽ വാല്യൂ ഓൺ ദ ഔട്ട്കം ഓഫ് ദ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യാണ്. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഹെഡോ ടെയിലോ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ അവിടെ ഒരു ഇവൻ്റ് എടുക്കുകയാണ്. വാട്ട് ഈസ് ദ ഇവൻ്റ്? ഞാൻ എടുക്കുന്ന ഇവൻ്റ് ഇറ്റ് ഷോസ് എ ഹെഡ് അല്ലെങ്കിൽ ഗെറ്റിംഗ് എ ഹെഡ്. ഷോസ് എ ഹെഡോ അല്ലെങ്കിൽ ഗെറ്റിംഗ് എ ഹെഡോ. അപ്പോൾ ഒരു ഇവൻറ്റ്, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഇത് ഹെഡ് ഓർ ടെയിലാണ് വരുന്നത്. ഇവൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് എ ഹെഡ്. അങ്ങനെയാണെങ്കിൽ എക്സിന് എടുക്കാൻ പറ്റുന്ന റാൻഡം വേരിയബിൾസ് എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ നമുക്ക് 0 ഹെഡ് ആവാം,
അല്ലെങ്കിൽ 1 ഹെഡ് ആവാം. ഒരു കോയിനാണ് ടോസ് ചെയ്യുന്നത്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹെഡ് ആയിരിക്കും അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഹെഡ് കിട്ടും, ഇല്ലെങ്കിൽ ഹെഡ് കിട്ടില്ല. അപ്പോൾ 0 ഹെഡ് ആവാം അല്ലെങ്കിൽ 1 ഹെഡ് ആവാം. അപ്പോൾ ഇതിൻ്റെ റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ 0,1 ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ടേക്ക് എനി റിയൽ വാല്യൂ ഡിപ്പെൻഡിങ് ഓൺ ദ ഔട്ട്കം ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്. അതാണ് റാൻഡം വേരിയബിൾ. ഇനി നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഇപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ P of X കാണണം. X എന്ന് പറഞ്ഞാൽ Xന് 0 ആണെങ്കിൽ വാട്ട് ഈസ് എ പ്രോബബിലിറ്റി? 0 ഹെഡ് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസാണ്, ടെയിൽ കിട്ടുന്ന കേസാണ് അല്ലേ. അപ്പോൾ 1/2 ആണ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ ഹെഡ് അല്ലെങ്കിൽ നോട്ട് ഷോയിങ് എ ഹെഡ്. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് X = 1 എന്ന് പറഞ്ഞാൽ 1 ഹെഡ് കിട്ടുന്നതും നമുക്ക് 1/2 ആണ്. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ ആദ്യം ആ റാൻഡം വേരിയബിൾസ് എഴുതണം. X ആണ് റാൻഡം വേരിയബിൾസ്, പിന്നെ P of X ആണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ Xന് കൊടുക്കാവുന്ന വാല്യൂ 0, 1. P of X എന്ന് കിട്ടിയിരിക്കുന്നത് രണ്ടും 1/2. അപ്പോൾ ഇതിൻ്റെ സം ഓഫ് ദ പ്രോബബിലിറ്റീസ് P of X1, P of X2 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ സമ്മ് ഫസ്റ്റ് പ്രോബബിലിറ്റി P1 സെക്കൻഡ് പ്രോബബിലിറ്റി P2 ആണെങ്കിൽ സം ഓഫ് ദ പ്രോബബിലിറ്റി ഷുഡ് ബി ഈക്വൽ ടു 1. ഇവിടെ അത് സാറ്റിസ്ഫൈഡ് ആണ്. 1/2 + 1/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ അങ്ങനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ എഴുതുമ്പോൾ റാൻഡം വേരിയബിൾസ് എഴുതുക, P of X എഴുതുക. P of Xൻ്റെ സമ്മ് എപ്പോഴും 1 ആയിരിക്കണം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ റാൻഡം വേരിയബിൾസും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതുക. എക്സും P of X ഉണ്ടായിരിക്കും. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ മീനും വേരിയൻസും ഒക്കെ കാണുന്നത്. ഇപ്പം മീൻ എന്ന് പറയുമ്പോൾ മീൻ ഓർ എക്സ്പെക്റ്റേഷൻ, അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് E of X ആയിട്ടാണ്. E of X എന്ന് പറയുന്നത് സിഗ്മ X × P of X. അപ്പോൾ X × P of X എന്ന് പറഞ്ഞാൽ X0 P of X 1/2, X1 P of X 1/2. അപ്പോൾ ദാറ്റ് ഈസ് 0 × 1/2 + 1 × 1/2. അപ്പോൾ ഈ ഭാഗം 0 ആയി. സോ ദ ആൻസർ ഇസ് 1/2. അപ്പോൾ മീൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് E of X = 1/2. ഇനി വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ is equal to E of X² minus E of X the whole square. E of X² minus E of X the whole square. അപ്പോൾ E of X² എന്ന് വെച്ചാൽ സിഗ്മ X² P of Xഉം മറ്റേ നമ്മളിവിടെ ഓൾറെഡി കണ്ടതാണ്, ദാറ്റ് ഈസ് സിഗ്മ X P of X ഹോൾ സ്ക്വയർ. ഇനി സിഗ്മ X² P of X കാണണമെങ്കിൽ നമുക്കിവിടെ എങ്ങനെയാണ് സിഗ്മ X² P of X എന്ന് പറയുന്നത് എക്സിനെ സ്ക്വയർ ചെയ്യുക, അതായത് 0² × 1/2 + 1² × 1/2. അവിടെ 0യും 1ഉം ആയിരുന്നു നമ്മുടെ എക്സിൻ്റെ വാല്യൂസ്. അപ്പോൾ 0² × 1/2 + 1² × 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇനി വേരിയൻസ് കാണണമെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് V of X = E of സിഗ്മ X² P of X 1/2 മൈനസ് സിഗ്മ X P of X 1/2 ആണ്. സോ അവിടെ സ്ക്വയറും കൂടെ ഉണ്ട്. അപ്പോൾ 1/2². 1/2 മൈനസ് 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 2/4 മൈനസ് 1/4 എന്ന് വെച്ചാൽ 1/4. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വേരിയൻസ് കണ്ടുപിടിക്കുക. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് റൂട്ട് ഓഫ് V of X. ഇപ്പോൾ മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നെക്സ്റ്റ് ബെർണൗളീസ് ട്രയൽസ്. ഇൻഡിപെൻഡൻറ്റ് ട്രയൽസിന് സാധാരണ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ 2 ഔട്ട്കം ഉണ്ടാവും. ഒന്നെങ്കിൽ അത് സക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫെയിലിയർ.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബെർണൗളീസ് ട്രയൽസ് എന്ന് പറയുന്നത്. എന്താ ബെർണൗളീസ് ട്രയൽസ്? ഇൻഡിപെൻഡൻറ്റ് ട്രയൽസ് of a random variable which has only two outcomes, usually referred as success or failure, are called Bernoulli's trials. Here number of trials ne n ആയിട്ട് എടുക്കും. Number of trials, എത്ര പ്രാവശ്യം നമ്മൾ ട്രയൽ ചെയ്യുന്നത് അതിനെ നമ്മൾ n ആക്കി എടുക്കും. And probability of success, probability of success equal to P, and probability of failure equal to Q. And Q always it is 1 minus P. കാരണം സക്സസും ഫെയിലിയറേ ഉള്ളെങ്കിൽ നമുക്ക് ഫെയിലിയർ അറിയെങ്കിൽ സക്സസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സക്സസ് അറിയെങ്കിൽ നമുക്ക് ഫെയിലിയർ കണ്ടുപിടിക്കാം. The probability distribution of number of success in an experiment consisting of n Bernoulli's trials is called binomial distribution. അപ്പോൾ ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ probability of success is given by P of x. That is equal to NCX Q raised to n minus x into P raised to x. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് NCX Q raised to n minus x into P raised to x. ഇവിടെ x എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ആണ്. ഹിയർ x is the number of success. N number of trials, Q failure, probability of failure, and P probability of success in a trial. ഇത്രയും അറിയെങ്കിൽ you can find out what is the probability of success. അപ്പോൾ അതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചതാണ്. ബൈനോമിയൽ തിയറത്തിൽ ഇതേ സംഭവം യൂസ് ചെയ്തിട്ട് ചെയ്തു. ഇവിടെ നമ്മൾ പ്രോബബിലിറ്റിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Previous year questions. If P of A equal to 5 by 12, P of B equal to 7 by 12, P of A intersection B equal to 1 by 4, find P of A given B. അപ്പോൾ എങ്ങനെയാണ് P of A given B കാണുക? P of A given B എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു കണ്ടീഷണൽ പ്രോബബിലിറ്റി P of A intersection B divided by P of B. P of A intersection B എന്ന് പറഞ്ഞാൽ 1 by 4ഉം P of B എന്ന് വെച്ചാൽ 7 by 12ഉം ആണ്. Which is equal to 1 by 4 into 12 by 7. That's equal to 3 by 7. Second question. A and B try independently to solve a problem. Probability that A solves is 1 by 3 and that
B solves is 3 by 5. Find the probability that the problem is solved. Problem is solved എന്ന് വെച്ചാൽ ആരെങ്കിലും സോൾവ് ചെയ്തിട്ടുണ്ടാവും, എയോ അല്ലെങ്കിൽ ബിയോ. അപ്പോൾ ഇവിടെ രണ്ട് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ, ഇവൻറ്റ് ദറ്റ് എ സോൾവ്സ് ദ പ്രോബ്ലം അല്ലെങ്കിൽ ബി സോൾവ്സ് ദ പ്രോബ്ലം. അപ്പം നമുക്ക് അങ്ങനെ എടുക്കാം. എ ഈസ് ദ ഇവൻറ്റ് ദാറ്റ് എ സോൾവ്സ് ദ പ്രോബ്ലം. ബി എന്ന് പറയുന്നത് ഇവൻറ്റ് ദാറ്റ് ബി സോൾവ്സ് ദ പ്രോബ്ലം. ഇപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് ഇവൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഇസ് സോൾവ്ഡ്. അപ്പോൾ പ്രോബ്ലം ഇസ് സോൾവ്ഡ്, പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ്. അപ്പോൾ ആരെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യും, അതായത് ഐദർ പി ഓഫ് എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എയോ അല്ലെങ്കിൽ ബിയോ സോൾവ് ചെയ്യും. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആയതുകൊണ്ട് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിക്ക് പകരം നമുക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എ പ്ലസ് പി ഓഫ് ബി minus P of A into P of B. Since A and B are independent. ഇനി അതിൽ വാല്യൂസ് കൊടുക്കുമ്പോൾ P of A എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ദാറ്റ് എ സോൾവ്സ് ദ പ്രോബ്ലം, അത് 1/3 P of B 3/5 ആണ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 പ്ലസ് 3/5 മൈനസ് 1/3 ഇൻറ്റു 3/5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് 3/5 മൈനസ് 3 ക്യാൻസൽ ചെയ്താൽ 1/5, which is equal to 1/3 plus 2/5. That's equal to 11/15. Next one. An urn contains 8 white balls and 6 black balls. 2 balls are drawn from the urn, one after the other without replacement. What is the probability? What is the probability that both drawn balls are white? Both drawn balls are white. 8 white balls ഉം 6 black balls ഉം ആണുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എ എന്ന് പറയുന്ന ഇവൻറ്റിനെ
event of getting a white ball in the first draw. Two balls are drawn from the urn, one after the other without replacement. What is the probability that both drawn balls are white? അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന ബോൾ വൈറ്റ്, ഇപ്പോൾ ഇവൻ്റ് ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഇൻ ദ ഫസ്റ്റ് ഡ്രോ. പിന്നെ രണ്ടാമത്തെയും ഇവിടെ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ വൈറ്റ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ വൈറ്റ് ആവുന്ന ഇവൻറ്റ് നമുക്ക് എ ആയിട്ട് എടുക്കാം. സെക്കൻഡ് ഡ്രോയിൽ എടുക്കുന്ന ബോളിന് അതും ബി ആയിട്ട് എടുക്കാം. സോ ലെറ്റ് എ ബി ദ ഇവൻറ്റ്. എ എന്ന് പറയുന്ന ഇവൻ്റ് എന്താണ്? ഇവൻ്റ് ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ in the first draw. B എന്ന് പറയുന്നതോ event of getting a white ball in the second draw. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് what is the probability that both drawn balls are white. അപ്പോൾ രണ്ട് ബോൾസും എടുക്കുന്നത് രണ്ടും വൈറ്റ് ആണ്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പി ഓഫ് രണ്ടും വൈറ്റ് ആണ്. രണ്ടും വൈറ്റ് എന്ന് പറയുമ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. പി ഓഫ് എ എന്ന് പറയുമ്പോൾ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഇൻ ദ ഫസ്റ്റ് ഡ്രോ. അപ്പോൾ അവിടെ 8 വൈറ്റ് ബോൾസ് ഉണ്ട്. സോ 8/14, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 14. പിന്നെ സെക്കൻഡ് കേസ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഇൻ ദ സെക്കൻഡ് ഡ്രോ ആഫ്റ്റർ ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഇൻ ദ ഫസ്റ്റ് ഡ്രോ. ആദ്യത്തെ ബോൾ നമ്മൾ എടുക്കുന്നത് വൈറ്റ് ബോളാണ്. അപ്പോൾ 8/14. പക്ഷേ അത് റീപ്ലേസ്മെൻ്റ് ഇല്ല. വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്പർ കുറയും അല്ലേ? അപ്പോൾ അവിടെ വൈറ്റ് ബോൾസിൻ്റെ എണ്ണം കുറഞ്ഞു. ബിക്കോസ് വി ആർ നോട്ട് റീപ്ലേസ് ചെയ്യാത്തതുകൊണ്ട് 8 ഇപ്പം നമ്പർ 7 വൈറ്റ് ബോൾസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 7. അതേപോലെ ടോട്ടലിലും ഒരെണ്ണം കുറയും. ഓൾറെഡി നമ്മൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അവിടെ എണ്ണം കുറയുമല്ലോ. അപ്പോൾ 7/13 വിച്ച് ഈസ് ഈക്വൽ ടു 56 ഇത് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ 2 ക്യാൻസൽ ആകുമ്പോൾ ദാറ്റ് ഈസ് 4/13. നെക്സ്റ്റ് three fair coins are tossed and let x be the number of heads. X be the number of heads turning up. Write the probability distribution of x. probability distribution ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ 3 ഫെയർ കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് HHH, HHT, HTT, THH, THT, TTH, TTT, ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്. ദാറ്റ് ഈസ് HTH. അപ്പോൾ ഇതാണ് സാമ്പിൾ സ്പേസ്. ഇനി നമുക്ക് എക്സ് ആണ് നമ്പർ ഓഫ് ഹെഡ്സ്. എക്സ് ഡിനോട്ട്സ് നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പോൾ 3
ഫെയർ കോയിൻസ് ആയതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ 0 ഹെഡ് ആവാം. ഈ 3 എണ്ണത്തിലും ഹെഡ് വരണമെന്നില്ല. അല്ലെങ്കിൽ 1 ഹെഡ്, 2 ഹെഡ്, മാക്സിമം 3 ഹെഡ് വരെ പോകാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ് ഇല്ല, 0 ഹെഡാണ്. 0 ഹെഡ് ആവുന്ന കേസ് എല്ലാം ടെയിലാവുന്ന കേസ് മാത്രം, അതായത് 1/8. പിന്നെ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ 1 ഹെഡ് വരുന്ന കേസ്. ഇതിൽ 1 ഹെഡ് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ 1, 2, 3, സോ 3/8. പിന്നെ എക്സ് ഈക്വൽ ടു 2 ഹെഡ് വരുന്നത് 1, 2, 3, അതും 3/8. പിന്നെ എക്സ് ഈക്വൽ ടു 3, അതായത് എല്ലാം ഹെഡ് വരുന്നത് ഒരു കേസ് 1/8. ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സും പി ഓഫ് എക്സുമാണ് എഴുതുക ഈ ടേബിളിൽ. അപ്പോൾ ഇതിൽ റാൻഡം വേരിയബിൾസ്, എക്സിൻ്റെ റാൻഡം വേരിയബിൾസ് വേണം 0, 1, 2, 3. ഇതാണ് റാൻഡം വേരിയബിൾസ്. പിന്നെ അതിൻ്റെ താഴെ നമ്മൾ പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 0, 1, 2. എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ 1/8, എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ 3/8, എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ 3/8, എക്സ് ഈക്വൽ ടു 3 ആകുമ്പോൾ 1/8. ഇതിനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അത് റാൻഡം വേരിയബിൾസും പ്രോബബിലിറ്റീസും കൂടെ എഴുതുന്നതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ്, the probability distribution of a random variable x is given below. X 0, 1, 2, 3, 4, 5. P of x k, 2k, 3k, 4k, 5k, 5k. First question, find k. Second question, find the variance of the random variable. അപ്പോൾ സം ഓഫ് ദ പ്രോബബിലിറ്റീസ്, ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലുള്ള സം ഓഫ് ദ പ്രോബബിലിറ്റീസ് എപ്പോഴും 1 ആയിരിക്കും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ വരുന്ന സം ഓഫ് ദ പ്രോബബിലിറ്റീസ്, അതായത് P1, P2, P3, P4, P5 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ സമ്മ് 1 ആണ്. അതായത് സിഗ്മ പി ഓഫ് എക്സ് ഐ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടുത്തെ എല്ലാം കൂടെ സമ്മ് ചെയ്യുമ്പോൾ k പ്ലസ് 2k പ്ലസ് 3k പ്ലസ് 4k പ്ലസ് 5k പ്ലസ് 5k ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 20k ഈക്വൽ ടു 1 ഓർ k ഈസ് ഈക്വൽ ടു 1/20. പിന്നെ അതിൽ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേരിയൻസ് കാണാനാണ്. വേരിയൻസിൻ്റെ ഫോർമുല വി ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആദ്യം നമ്മൾ ഇ ഓഫ് എക്സ് സ്ക്വയർ കാണണം. ദാറ്റ് ഈസ് സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് 0, 1, 2, 3, 4, 5. അപ്പോൾ 0 സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 2k അങ്ങനെയാണ് എടുക്കേണ്ടത്. 0 സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 2k പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 3k പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 4k പ്ലസ് 4 സ്ക്വയർ ഇൻറ്റു 5k പ്ലസ് 5 സ്ക്വയർ ഇൻറ്റു 5k. ദാറ്റ്സ് ഈക്വൽ ടു, ഇത് 0 ആയി. പിന്നെ 2k പ്ലസ് 12k പ്ലസ് 9 4s are 36k
plus 80k plus 125k, which is equal to അതിൻ്റെ സമ്മ് 255k. കെൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടു. കെ നമുക്ക് 1/20 എന്നാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 255 ഇൻറ്റു 1/20, അപ്പോൾ 255/20. അത് സിംപ്ലിഫൈ ചെയ്യൊന്നും വേണ്ട. 255/20. അപ്പോൾ ഇത് സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ്. ഇനി ഇ ഓഫ് എക്സ് കാണണം, വിച്ച് ഇസ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പോൾ 0 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 2 ഇൻറ്റു 3k പ്ലസ് 3 ഇൻറ്റു 4k പ്ലസ് 4 ഇൻറ്റു 5k പ്ലസ് 5 into 5k, which is equal to 65k, which is equal to 65/20. ഇനി വേരിയൻസ് കാണാം. അപ്പോൾ വേരിയൻസ് is equal to e of x square minus e of x the whole square. That's equal to e of x square എന്ന് പറഞ്ഞാൽ 255/20 minus 65/20 whole square. അപ്പോൾ ഇത് നമുക്ക് 12.75 minus 3.25 whole square, which is equal to 2.1875. Next one. ഇപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സാധാരണയായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, ദർ ആർ 5% ഡിഫക്റ്റീവ് ഐറ്റംസ് in a large bulk of items. What is the probability that a sample of 10 items will include not more than one defective item? There are 5% defective items in a large bulk of items. ഇപ്പോൾ നമുക്ക് കാണേണ്ടത് what is the probability that a sample of 10 items will include not more than one defective item. അപ്പോൾ probability of not getting more than one defective item, ഇവിടെ നമുക്ക് number of trials n is equal to 10. ഇവിടെ എക്സ് എന്ന് പറയുന്നത് സക്സസ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ സക്സസ് ആണ്. സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ഐറ്റം. ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ഐറ്റം അത് സക്സസ് ആയിട്ട് എടുക്കാം. അപ്പോൾ വാട്ട് ഈസ് പി? പി എന്ന് പറയുന്നത് സക്സസ് ആണ്. അപ്പോൾ സക്സസ് ഇവിടെ 5% ഡിഫക്റ്റീവ് ഐറ്റം ആണുള്ളത്, അതായത് 5/100 വിച്ച് ഇസ് 1/20. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്തായിരിക്കും? 1 മൈനസ് പി വിച്ച് ഇസ് ഈക്വൽ ടു 19/20. അപ്പോൾ പിയും ക്യൂവും കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് സക്സസ് ഇസ് ഈക്വൽ ടു NCX Q raised to n minus x ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് ഇൻറ്റു Q raised to n minus x ഇൻറ്റു P raised to x.
ദാറ്റ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 10 ആണ്. 10cx 19/20 ഹോൾ റേസ് ടു 10 മൈനസ് എക്സ് ഇൻറ്റു 1/20. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് മോർ ദാൻ 1 ഡിഫക്റ്റീവ് ഐറ്റം, നോട്ട് മോർ ദാൻ 1. സോ പ്രോബബിലിറ്റി ഓഫ് not getting more than 1 defective item is equal to P of x equal to 0, maximum 1 defective item എന്ന് പറഞ്ഞാൽ 0 defective item plus 1 defective item, that's equal to ഇതിൽ 0 കൊടുക്കുക പിന്നെ 1 കൊടുക്കുക. അപ്പോൾ 10c0 19/20 whole raised to 10 minus 0 into 1/20 whole raised to 0 plus 10c1 19/20 whole raised to 10 minus 1 into 1/20 whole raised to 1. അപ്പോൾ 10c0 1 ആണ്. 19/20 whole raised to 20, 19/20 whole raised to 10 into 1/20 whole raised to 0 എന്ന് വെച്ചാൽ അത് 1 ആണ്. പിന്നെ ഈ രണ്ടാമത്തെ ടേമിൽ വരുന്നത് 10c1 എന്ന് വെച്ചാൽ 10 into 19/20 whole raised to 9 into 1/20 which is equal to 19/20 ഹോൾ റേസ് ടു, രണ്ടിലും കോമൺ ആയിട്ട് 19/20 ഹോൾ റേസ് ടു 9 കോമൺ ആയിട്ട് എടുക്കാം. ബാക്കി ഇവിടെ 19/20 പ്ലസ് 10 ഇൻറ്റു 1/20, ദാറ്റ് ഈസ് 19/20 ഹോൾ റേസ് ടു 9 ഇൻറ്റു 29/20. Next, if P of A equal to 0.8, P of B equal to 0.5, P of B given A equal to 0.4, find P of A intersection B, P of A given B. Third sub question, P of A union B. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ P of A intersection B കാണണം. P of A intersection B is equal to P of A into P of B given A. That is 0.8 into 0.4 which is equal to 0.32. Second sub question, P of A given B is equal to P of A intersection B divided by P of B. A intersection B നമ്മൾ ഇവിടെ ചെയ്തു 0.32 divided by P of B എന്ന് വെച്ചാൽ 0.5 which is equal to 0.64. Third sub question, P of A union B is equal to P of A plus P of B minus P of A intersection B. P of A എന്ന് പറഞ്ഞാൽ 0.8 plus 0.5 minus 0.32 which is equal to 0.98. Next, a husband and a wife appear in an interview. Appear in an interview.
for 2 vacancies. In the same post. The probability of husband selection is 1/7 and that of wife's selection is 1/5. What is the probability that only one is selected? അപ്പോൾ എ എന്ന് പറയുന്നത് എ ബി രണ്ട് ഇവൻ്റ് ആക്കി എടുക്കുക. എ എന്ന് പറയുന്ന ഇവൻറ്റ് the event that husband is selected. The event that husband is selected. B എന്ന് പറയുന്ന ഇവൻറ്റ് the event that wife is selected. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന പി ഓഫ് എ തന്നിട്ടുണ്ട്. ഹസ്ബൻഡ് സെലക്ഷൻ 1/7, വൈഫ് സെലക്ഷൻ 1/5. ഓൺലി വൺ ഇസ് സെലക്റ്റഡ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൺലി വൺ ഇസ് സെലക്റ്റഡ്? അതായത് ഇഫ് ഹസ്ബൻഡ് ഇസ് സെലക്റ്റഡ് ദെൻ വൈഫ് വിൽ നോട്ട് ബി സെലക്റ്റഡ്. യൂണിയൻ ഇഫ് ഹസ്ബൻഡ് ഇസ് നോട്ട് സെലക്റ്റഡ് വൈഫ് വിൽ ബി സെലക്റ്റഡ്. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു ഇത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. ഒരാൾ എടുത്താൽ മറ്റേ എടുക്കില്ല. അപ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് എ എന്ന് പറയുന്നത് 1/7, പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് 1 മൈനസ് 1/5. 1/5 ആണ് പി ഓഫ് ബി. അപ്പോൾ പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/5 പ്ലസ് 1/7 ആണ് പി ഓഫ് എ. സോ 1 മൈനസ് 1/7 ഇൻറ്റു 1/5 വിച്ച് ഈസ് ഈക്വൽ ടു 1/7 ഇൻറ്റു 4/5 പ്ലസ് 6/7 into 1/5 which is equal to 4/35 plus 6/35 which is equal to 10/35 which is equal to 2/7. Next, in a bulb factory, machines A, B, C manufacture 60%, 30% and 10% bulbs respectively. 1%, 2%, 3% of the bulbs produced by A, B, C respectively are defective. A bulb is drawn at random
a bulb is drawn at random from the total production and found to be defective. Find the probability that this bulb has been produced by machine A. അപ്പോൾ ഇവിടെ 3 മെഷീൻസ് ഉണ്ട്. E1, the event that the bulb is manufactured by machine A. E1 എന്ന് പറയുമ്പോൾ the event that the bulb is manufactured by machine A. E2 എന്ന് പറയുമ്പോൾ event that the bulb is manufactured by machine B. E3 means the event that the bulb is manufactured by machine C. And A is the event of drawing the defective bulb. Event of drawing the defective bulb. P of E1 അവിടെ തന്നിരിക്കുന്നത് P of E1 is 60% അല്ലെങ്കിൽ 60/100 which is equal to 0.6. P of E2 is 30/100 which is 0.3. P of E3 is 10/100 which is 0.1. പിന്നെ P of A given E1 is P of A given E1 എന്ന് പറഞ്ഞാൽ E1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ എ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഇവൻറ്റ് ഓഫ് ഡ്രോയിങ് എ ഡിഫക്റ്റീവ് ബൾബ്. മെഷീൻ എന്ന് ഡിഫക്റ്റീവ് ബൾബ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രോബബിലിറ്റി അതവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. Defective bulb produced by machine A, machine B, machine C. 1%, 2%, 3%. അപ്പോൾ P of A given E1 എന്ന് പറഞ്ഞാൽ 1%, അതായത് 1/100 which is 0.01. P of A given E2 ഡിഫക്റ്റീവ് ബൾബ് ഉണ്ടാക്കുന്നത് മെഷീൻ 2 ഉണ്ടാക്കുന്നതിൻ്റെ പ്രോബബിലിറ്റി 0.02, 2/100 ആണ്. P of A given E3 which is 0.03. Therefore, by Bayes' theorem, നമുക്ക് കാണേണ്ടത് it is produced by what is the probability that it is produced by machine A. P of E1 given A ആണ് കാണേണ്ടത്. P of E1 given A എന്ന് പറയുമ്പോൾ P of E1 into P of A given E1 divided by 3 ഉണ്ട് അവിടെ. P of E1 into P of A given E1 plus P of E2 into P of A given E2 plus P of E3 into P of A given E3. ഇനി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂസ്. P of E1 that is 0.6 into P of A given E1 0.01 divided by 0.6 into 0.01 plus 0.3 into 0.02 plus 0.1 into 0.03 which is equal to 0.01
0.006 divided by 0.006 plus 0.006 plus 0.003, which is equal to 0.006 divided by 0.015, which is equal to 0.4. Next question. A die is thrown 6 times. If getting an odd number is success, what is the probability of getting? First question, 5 successes. Second question, at least 5 successes. Third question, at most 5 successes. ഇപ്പോൾ ഇവിടെ ഇറ്റ് ഇസ് ത്രോൺ 6 ടൈംസ്. ഇവിടെ തന്നിരിക്കുന്നത് എ ഡൈ ഈസ് ത്രോൺ 6 ടൈംസ്. അപ്പോൾ n ഇസ് ഈക്വൽ ടു 6. എക്സ് ആണ് സക്സസ്. സക്സസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സക്സസ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ 3 ടൈംസാണ് വരിക. അപ്പോൾ 3/6 വിച്ച് ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ ക്യൂവും 1/2. 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ അതും 1/2. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് 5 സക്സസ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് NCX Q റേസ് ടു n മൈനസ് എക്സ് P റേസ് ടു എക്സ് ആണ്. സോ എക്സ് ഈക്വൽ ടു 5 ആകുമ്പോൾ 6C5 1/2 റേസ് ടു 6 മൈനസ് 5 ഇൻറ്റു 1/2 റേസ് ടു 5 വിച്ച് ഇസ് ഈക്വൽ ടു 6C5 എന്ന് വെച്ചാൽ 6 ഇൻറ്റു 1/2 റേസ് ടു 1ഉം 1/2 റേസ് ടു 5ഉം ആകുമ്പോൾ 1/2 റേസ് ടു 6 which is equal to 6 into 1/64 which is 3/32. Now second sub question, at least 5 success. Probability of at least 5 success. 5 success എങ്കിലും എന്ന് വെച്ചാൽ P of x equal to 5 plus P of x equal to 6. x equal to 5 ആകുമ്പം 6C5 1/2 raised to 6 minus 5 into 1/2 raised to 5 plus 6C6 x equal to 6 ആകുമ്പോൾ 6C6 1/2 raised to 6 minus 6 into 1/2 raised to 6. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 5 ആകുമ്പോൾ 3/32 പ്ലസ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 1/64 എക്സ് ഈക്വൽ ടു 7/64. ഇനി അറ്റ് മോസ്റ്റ് 5 സക്സസ്. തേർഡ് സബ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് അറ്റ് മോസ്റ്റ് 5 സക്സസ്. മാക്സിമം 5 സക്സസ് എന്ന് പറയുമ്പം 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 6 എക്സ് ഈക്വൽ ടു 1 മൈനസ് 1/64 വിച്ച് ഇസ് ഈക്വൽ ടു 63/64. നമ്മളെല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും വരുന്ന എല്ലാ
ടൈപ്പിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചാൽ മതി. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.